അരുൺകുമാർ, ഇവിടെയാണ് കള്ളപ്പണം എന്ന നിലപാടിലേക്ക് എത്തുന്നത്. റിലേറ്റഡ് പാർട്ടി എന്നൊരു വാക്കുകൂടി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ വരാം. അപ്പോൾ കള്ളപ്പണമാകുന്നത് ഇങ്ങനെയാണ്, പർപ്പസ് ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ കിട്ടാത്ത സേവനത്തിന് പണം കൊടുത്താൽ അത് കള്ളപ്പണത്തിന്റെ നിർവചനത്തിൽ വരും എന്നതാണ് പത്മനാഭൻ പറയുന്നത്. ഒരിക്കലുമില്ല. ഇവിടെ ആദ്യം ഉന്നയിച്ചിരുന്ന സംശയം എന്താണ്? നികുതി കൊടുക്കാതെ പണം കൈപ്പറ്റി എന്ന രൂപത്തിലാണ്. ബാങ്ക് വഴിയാണ്, എഗ്രിമെന്റ് ഉണ്ട്, സർവീസ് കൊടുത്തിട്ടുണ്ട്, സർവീസ് വേണ്ടത്ര ഞങ്ങൾ ഉദ്ദേശിച്ചത്ര സർവീസ് കിട്ടിയില്ല എന്നതാണ് പരാതി. പക്ഷേ അത് ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു, സർവീസ് കൊടുത്തിട്ടുണ്ട് എന്നതായിരുന്നു ആദ്യം ചർച്ചയിൽ വന്നത്. ആ ഘട്ടത്തിലെല്ലാം ശ്രീ മാത്യു കുഴൽനാടടക്കം ഉന്നയിച്ചത് ഇതിൽ IGST അടച്ചിട്ടില്ല, അതുകൊണ്ട് കള്ളപ്പണം തന്നെയാണ്. തിരിച്ചു ചോദിച്ചു, IGST അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു മാസത്തോളം ചർച്ചയിലെല്ലാം IGST അടച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ നിരന്തരം പറയുമ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. അവസാനം GST കൗൺസിൽ പറഞ്ഞു കൃത്യമായി നികുതി അടച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഇവിടെ കള്ളപ്പണത്തിന്റെ ഒരു ആസ്പെക്റ്റും ഇതുവരെ വന്നിട്ടില്ല, അത് വരികയുമില്ല. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു ആസ്പെക്ട് പുറത്തു വന്നിരുന്നെങ്കിൽ ED കയ്യും കെട്ടി നോക്കി നിൽക്കുമായിരുന്നോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനി. ആ സമയത്ത് ED ചാടി വീഴുമല്ലോ. ഇന്ത്യയിൽ ജമ്മു കാശ്മീർ മുതൽ കേരളം വരെ ED അങ്ങനെ പറന്ന് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ ഒരിക്കലും കള്ളപ്പണത്തിന്റെ ഒരു ആസ്പെക്റ്റും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല എന്നുള്ളത് 100% കറക്റ്റാണ്. നിയമം അറിയാവുന്ന എല്ലാവർക്കും. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവിടെ അഴിമതിയെയും കള്ളപ്പണത്തെയും എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു പുതിയ ക്യാപ്സൂളായി ചർച്ചകളിൽ കൊണ്ടുപോകുന്ന ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഇവിടെ കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ട്, കൃത്യമായി സേവനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചത്ര സേവനം കിട്ടിയിട്ടില്ല, അത് പരിശോധിക്കാം. അത് അവർ തന്നെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, ആ അഫിഡവിറ്റ് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ 3 ഇൻസ്പെക്ടർമാർ അന്വേഷണം നടത്തുന്നു. ഇത് കൃത്യമായി എക്സലോജിക്കൽ കമ്പനിക്ക് അവരുടെ തെളിവുകൾ ഹാജരാക്കാം, അവർ കൊടുത്ത സേവനം വിശദീകരിക്കാം, കരാറിന്റെ കോപ്പി, കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം. അതുപോലെ തന്നെ CMRL-ന് അവരെന്തൊക്കെയാണോ ആവശ്യപ്പെട്ടത്, പണം കൊടുത്ത ഡീറ്റെയിൽസ്, പണത്തിന്റെ ട്രാൻസ്ഫർ കാര്യങ്ങൾ പറയാം. അതുപോലെ KSDCക്ക് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. ഇതിൽ അന്തിമമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരും, നിയമപരമായിട്ടുള്ള അന്വേഷണം നടത്തിക്കോട്ടെ. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിഴച്ച് KSDC എന്ന കമ്പനിയിൽ 13% ഷെയർ ഉണ്ട്, അതുകൊണ്ട് എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ്, പ്രതിപക്ഷ നേതാവ് വാ തുറന്നാൽ എല്ലാം മുഖ്യമന്ത്രി ചെയ്യിച്ചതാണ് എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDF-ലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതിനെ രാഷ്ട്രീയപരമായി ഞങ്ങൾ നേരിടും, നിയമപരമായി നേരിടേണ്ടതാണെങ്കിൽ അങ്ങനെ നേരിടും. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട ഇവിടെ വേവില്ല എന്ന് അതിശക്തമായി ഞങ്ങൾ കൃത്യമായി തന്നെ പറയുകയാണ്. Debate with Arun Kumar.